ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങുകയാണ്. നിവിൻ പോളിയുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്നൊരു സിനിമയാണ്. ആ ചിത്രത്തിൽ ജെറി എന്ന് പറയുന്ന കഥാപാത്രം, അയാൾ തൻ്റെ സുഹൃത്തിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഒരു മലയാളിയാകണമെങ്കിൽ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം. ഈ വണ്ടി എന്ന് പറയുന്നത് KSRTC ആണ്. അക്ഷരാർത്ഥത്തിൽ ആ പടം ഇറങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും ഇന്ന് കേരളത്തിലെ KSRTCയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഡയലോഗിന് ഒരുപാട് പ്രസക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഏതാണ്ട് 18 വർഷക്കാലം KSRTC യാത്ര ചെയ്ത ഒരു അധ്യാപകനായിരുന്നു. മലബാറിൽ നിന്ന് കോട്ടയത്തേക്ക് ഇന്ന് സമയം കിട്ടിയാൽ യാത്ര ചെയ്യാറുണ്ട്. കാരണം ഈ KSRTCയെ സംബന്ധിച്ചിടത്തോളം അത് മലയാളിയുടെ ഒരു സ്വന്തമായ നമ്മുടെ പൊതു യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ആ മാറ്റം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു കലാകാരൻ കൂടിയാണ്. ഞാൻ അതുകൊണ്ടാണ് സിനിമയുടെ കഥ പറയാൻ കാരണം. 72 ഇറങ്ങിയ സ്വയംവരത്തിൽ ഇതുപോലെ യാത്രയുണ്ട്. ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ മധുവും ശാരദയും കൂടി. ആ യാത്രയുടെ ഒരു പശ്ചാത്തലം ആ കഥയിൽ പറയുന്നത് ഒരു യാഥാസ്ഥിതിക സാഹചര്യത്തിൽ നിന്ന് പിന്നീട് പുതിയ മാറ്റങ്ങളിലേക്കും പുതിയ കാലത്തിലുമൊക്കെയുള്ള യാത്രയുടെ പ്രതീകാത്മകമായ ഒരു സംഭവമായിട്ടാണ് ആ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. KSRTCയെക്കുറിച്ച് പറയുമ്പോൾ ആ മാറ്റമുണ്ടായി. യാഥാസ്ഥിതികമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അനുഭവങ്ങളുമായിട്ടുള്ള യാത്ര യഥാർത്ഥത്തിൽ തുടരുകയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. ആ ഒരു മാറ്റം യഥാർത്ഥത്തിൽ KSRTC ഉണ്ട്. സാർ, ഇപ്പോൾ ഇന്ന് KSRTC യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ടോപ്പ് ഗിയറിലേക്കുള്ള ആ യാത്രയിലാണ്. ഒരു കാലം ഉണ്ടായിരുന്നു, ഒരുപാട് പരാതികളുടെയും പരിഭവങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് യാത്ര പുതിയ കാലത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ സാധ്യതകളുടെ ഡബിൾ വെല്ലുകൾ അടിച്ചു കഴിഞ്ഞു. ഇനി അതിന് പുറകോട്ട് പോകാൻ കഴിയില്ല. ആ മാറ്റത്തിന് തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ് ഈ സർക്കാരും ചെയ്യുന്ന വലിയ പിന്തുണ. ഞാനിത് പറയാൻ കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 650 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് KSRTCയുടെ സംരക്ഷണത്തിനായിട്ട് നൽകിയത്. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് നിലവിലുള്ള ഈ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി കൊടുക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. അതിന് യഥാർത്ഥത്തിൽ റഫറൻഡം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ജീവനക്കാരുടെ ദീർഘമായിട്ടുള്ളൊരു പ്രശ്നമാണ്. KSRTCയിൽ 3-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ യാത്ര വളരെ ഒരു നല്ല യാത്രയാണ്. സാർ, ഒരുപാട് പുതിയ മാറ്റങ്ങൾ, ഇതെല്ലാം ഇവിടെ പറയാൻ എനിക്ക് സമയമില്ല. ഏതായാലും ഈ നമ്മുടെ ബസ് സ്റ്റേഷനുകൾ ഒരുപാട് സൗന്ദര്യീകരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ബസ് സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ കാണാം. പഴയ ഒരവസ്ഥയല്ല സത്യത്തിലൂടെ. അതോടൊപ്പം തന്നെയാണ് സാറേ നമ്മുടെ ഈ ബഡ്ജറ്റ് ടൂറിസം പദ്ധതി. ഒരുപാട് ആളുകൾ ഈ ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കാണ്. എൻ്റെ മണ്ഡലം ഉൾപ്പെടെ എനിക്കറിയാം, നല്ല തിരക്കാണ്. പുതിയ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെയാണ് ഈ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ കാര്യത്തിൽ. ഈ റെൻ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ വാടകയ്ക്ക് കൊടുത്തിരുന്ന മുറികളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് ധാരണകൾ പോലും ഇല്ലായിരുന്നു. ആ മാറ്റം ഇപ്പം ഓൺലൈനിലേക്ക് മാറുമ്പോഴത്തേക്കുണ്ടാകുന്ന വലിയ മാറ്റമാണ്. തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട കൊറിയർ സർവീസ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊൻകുന്നത്ത് ഉൾപ്പെടെ എൻ്റെ നിയോജകമണ്ഡലത്തെ പൊൻകുന്നത്ത് ശരാശരി നമുക്ക് 6 ലക്ഷം രൂപയുടെ വരെ നമുക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഈ ഔട്ട്ലെറ്റിൻ്റെ മാറ്റം ഉണ്ടായി. പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തോടെ ശബരിമല സീസണിൽ 10-12 ലക്ഷം രൂപ വരെ കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഞാൻ ലൂബ്രിക്കേറ്റ് ഷോപ്പുകൾ. അപ്പോൾ ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടുണ്ട്. എനിക്കൊരു കാര്യമുള്ള പറയാനുള്ളത്, വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വാഹനങ്ങൾ വിട്ടുകൊടുക്കണം KSRTC. കുറച്ചുകൂടെ എൻ്റെ റേറ്റ് കുറച്ച് ഈ കുറേ കൂടെ സാധാരണക്കാർക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ അതിൻ്റെ ഇപ്പോഴത്തെ റെൻ്റ് ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു നിർദ്ദേശം ഞാൻ വെക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് സിറ്റിയിലെ കാഴ്ചകൾ. മനോഹരമായ യാത്രയാണ്. ഞാനിതിൽ യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് ഈ ഓപ്പൺ ഡബിൾ ഡെക്കർ നമ്മുടെ സിറ്റി റൈഡ് ഈ നഗരത്തെ കാണാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, അതിനകത്ത് ഒരാൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഈ നഗരത്തിൻ്റെ കാഴ്ചകളും ചരിത്രവും സംഭവമൊക്കെ പറയുന്നത്. അപ്പോൾ പുതിയൊരു അനുഭവമായിട്ട് മാറുന്നു. ഏതായാലും ഒരു കാര്യമുണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തെ ഞാൻ 100% പിന്തുണയ്ക്കുകയാണ്. കാരണം ഇത് സ്ട്രിക്റ്റാണ്. ഈ വണ്ടേ നീ തൊലയുന്നു വിളക്കും കെടുത്തുന്നു എന്ന് പറയുന്നത് പോലെ
ഈ വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ആളുകൾ എവിടെ നിന്നെങ്കിലും ലൈസൻസ് സംഘടിപ്പിച്ച് അവൻ മാത്രമല്ല വഴിയെ പോകുന്ന യാത്രക്കാരനെ കൂടി ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരം നിലപാടുകൾ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ KSRTCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ KSRTCയിലെ ഏറ്റവും പുതിയൊരു സംവിധാനം നമ്മുടെ റോയൽ വ്യൂ ആണ്. മൂന്നാറിലെ കാഴ്ചകൾക്ക് വേണ്ടിയുള്ള റോയൽ വ്യൂ. യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് ആ മൂന്നാറിൻ്റെ മനോഹരമായ കാഴ്ച മാത്രമല്ല, മാറുന്ന കേരളത്തിൻ്റെ കാഴ്ചകളെ കുറേ കൂടി അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ പിന്തള്ളിക്കൊണ്ടുള്ള യാത്ര വളരെ മനോഹരമായ യാത്രകളായി മാറട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പൊൻകുന്നത്ത് KSRTCയുടെ ഡിപ്പോയുണ്ട്. അവിടെ നിന്ന് നമുക്ക് അവിടെ ബസ്സുണ്ട്. ഒരു പാലക്കാട് സർവീസ് കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടതാണ്. ആ സർവീസ് ആരംഭിക്കണം എന്ന് സാന്ദർഭികമായി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു കോഴിക്കോട് സർവീസ് ഏറ്റവും ലാഭകരമാണ്. ആ കോഴിക്കോട് സർവീസിൻ്റെ റൂട്ട് മാറ്റിയിടയ്ക്ക് അത് പൊന്നാനി വഴിയാക്കി പഴയ റൂട്ടിലേക്ക് തന്നെ മാറ്റിയാൽ കുറേ കൂടി ലാഭകരമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ കണ്ടക്ടർമാരുടെ ഒരു കുറവുണ്ട്, അത് പരിഹരിക്കണം എന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഈ ഡിമാൻഡിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സാർ, അതോടൊപ്പം തന്നെയാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയിൽ ഇതുപോലെ തന്നെ സാർ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങൾ വളരെ ഗൗരവമായ മാറ്റങ്ങൾ. ഞാനിവിടെ എനിക്കിനി 1 മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവാർഡുകളുടെ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. പറയാൻ പോയാൽ മണിക്കൂർ എടുക്കുന്ന രീതിയിൽ എല്ലാ രംഗത്തും, അതിപ്പം നീതി ആയോഗിൻ്റെ മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് അംഗീകാരങ്ങൾ. കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മന്ത്രിയോട് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അവിടുത്തെ കാത്തിലാബ് ശൈലജ ടീച്ചറിൻ്റെ കാലത്താണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷേ കാത്തിലാബിൽ 2500 രോഗികൾക്ക് കാത്തിലാബിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സൗകര്യങ്ങളും ഈ ഗവൺമെൻറ് വന്ന ശേഷമാണ് നൽകിയത്. വലിയൊരു മാറ്റം. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലേക്ക് 50 കിലോമീറ്ററുള്ള സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഒരുപാട് ആളുകളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനൊരിക്കൽ പറഞ്ഞതുപോലെ ജനപ്രതിനിധി എന്ന നിലയിൽ അതവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും അതോടൊപ്പം തന്നെയാണ് നഴ്സിംഗ് കോളേജ്, കാഞ്ഞിരപ്പള്ളി നഴ്സിംഗ് കോളേജ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് അടുത്ത ബാച്ചിൻ്റെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു അഡിക്ഷൻ സെൻറ്റർ ഞങ്ങൾ കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും സൗകര്യങ്ങളുണ്ടെങ്കിൽ അഡിക്ഷൻ സെൻറ്റർ ആരംഭിക്കണം. ഏതായാലും അതോടൊപ്പം തന്നെയാണ് ഒരുപാട് പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലാണ്. പുതിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ കെട്ടിടം പൂർത്തീകരിച്ചു. മന്ത്രിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഞാൻ പറഞ്ഞത് അതുകൂടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. അവിടെ ഒരു പോലീസ് സർജൻ്റെ കുറവുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം സ്ഥിരമായിട്ട് മെഡിക്കൽ കോളേജിലെ തിരക്ക് കൊണ്ട് പോസ്റ്റ്മോർട്ടം നടക്കുന്ന കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യരംഗത്തെ വലിയ പരിവർത്തനത്തിൻ്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ അംഗീകാരങ്ങളോടൊപ്പം തന്നെ മാറ്റങ്ങളുണ്ടാകുന്നു. അതിനെല്ലാം ഒരിക്കൽ കൂടി പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റ് വിഹിതത്തിനകത്തുണ്ടായ വലിയൊരു മാറ്റമുണ്ട്. അതൊക്കെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണിക്കുന്ന വളരെ പോസിറ്റീവായ ഒരു നിലപാടാണ്. അതിനെല്ലാം ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.